കർത്താവിൻ്റെ പാദപീഠത്തിലായിരിക്കുന്ന എല്ലാ അഭിഷിക്തന്മാർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ തുല്യനാമത്തിൽ സ്നേഹവും ക്രിസ്തീയ വന്ദനവും അറിയിക്കുന്നു. പ്രത്യേകാൽ ആമേൻ യൂട്യൂബ് വഴിയും ആമേൻ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ അഭിഷിക്തന്മാർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിൽ സ്നേഹവും ക്രിസ്തീയ വന്ദനവും അറിയിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. വളരെ പ്രാർത്ഥനയോടും തികഞ്ഞ ദൈവാശ്രയത്തോടും നമുക്കായിരിക്കാമല്ലോ. ആമേൻ. ഇന്ന് പകൽക്കാലം അല്പനിമിഷം ചിന്തയ്ക്കായി ആമേൻ സങ്കീർത്തനങ്ങളുടെ പുസ്തകം 68-ാമത്തെ സങ്കീർത്തനം അതിൻ്റെ 1-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ കടന്നു വരുന്നു. ദൈവം എഴുന്നേൽക്കുന്നു, അവൻ്റെ ശത്രുക്കൾ ചിതറിപ്പോകുന്നു. അവനെ പകയ്ക്കുന്നവരും അവൻ്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോകുന്നു. അവനെ പകയ്ക്കുന്നവർ അവൻ്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോകുന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ വലിയ മഹത്വം നമ്മുടെ മധ്യേ ഇറങ്ങി വരേണ്ടതിനായി വളരെ പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാമല്ലോ. പകർന്ന തൈലം പോൽ നിന്നാമം പാരിൽ സൗരഭ്യം വീശുന്നതാ. പകർന്ന തൈലം പോൽ നിന്നാമം പാരിൽ സൗരഭ്യം വീശുന്നതാ. പഴിദൂഷി നിന്ന ഞെരുക്കങ്ങളിൽ എന്നെ സുഗന്ധമായി മാറ്റിയിടണേ. പഴിദൂഷി നിന്ന ഞെരുക്കങ്ങളിൽ എന്നെ സുഗന്ധമായി മാറ്റിയിടണേ. വാഴ്ത്തുമേ എൻ്റെ പ്രിയനെ ജീവകാലമെല്ലാം ഈ മരുയാത്രയിൽ നന്ദിയോടെ ഞാൻ പാടിയിടുമേ. നന്ദിയോടെ ഞാൻ പാടിയിടുമേ. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗ നല്ല പിതാവേ, നല്ല പ്രഭാതവേളയ്ക്കായി സ്തോത്രം. ദൈവം ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈ ഞായറാഴ്ച പകൽക്കാലം 2-ാമത്തെ മാസം 15-ാം തീയതി അങ്ങയുടെ മുഖത്തേക്ക് നോക്കുന്നു. കർത്താവ് ഞങ്ങളെ സഹായിക്കണം. വായിച്ചു കേട്ട തിരുവെഴുത്തിനായി സ്തോത്രം. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് സംസാരിക്കുമാറാകണമേ. ദൈവപ്രവൃത്തി കണ്ട് ദൈവനാമത്തെ ഉയർത്തുവാൻ സഹായിക്കണം. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. യേശു ക്രിസ്തുവിൻ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദാംശമാണ് നമുക്കിവിടെ ലഭിച്ചിരിക്കുന്നത്. 68-ാമത്തെ സങ്കീർത്തനം വളരെ ആമേൻ അനുഗ്രഹിക്കപ്പെട്ട ഒരു സങ്കീർത്തനമാണ്. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം ഇതിൻ്റെ എഴുത്തുകാരൻ ദാവീദ് തന്നെയാണ്. ഇതിൻ്റെ എഴുത്തുകാരൻ. പ്രൈസ് ദി ലോർഡ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട തലത്തിൽ ആമേൻ സ്തോത്രം താൻ ഇവിടെ എഴുതി വെച്ച ഭാഗം ഇതാണ്. 3-ാമത്തെ വാക്യം പറയുന്നു, എങ്കിലും നീതിമാൻ ആമേൻ സന്തോഷിച്ച് ദൈവസന്നിധിയിൽ ഉല്ലസിക്കും. അതെ, അവർ സന്തോഷിച്ച് അന്തസ്സോടെ ആനന്ദിക്കും. പ്രൈസ് ദി ലോർഡ്. അതെ, അവരെന്ത് ചെയ്യും? സന്തോഷത്തോടെ അവർ ആനന്ദിക്കും. വളരെ അനുഗ്രഹിക്കപ്പെട്ട പദമാണ് ഇവിടെ നമ്മൾ വായിച്ചു കേട്ടത്. ഇവിടെ പറഞ്ഞു ദൈവം എഴുന്നേൽക്കുന്നു, അവൻ്റെ ശത്രുക്കൾ ചിതറി പോകുന്നു. അപ്പൊ എന്താ ദാവീദ് അങ്ങനെ പറഞ്ഞത്? ദൈവം എഴുന്നേൽക്കുന്നു, അവൻ്റെ ശത്രുക്കൾ. അപ്പൊ ദൈവത്തിൻ്റെ ശത്രുക്കൾ. ദൈവത്തിന് ശത്രുക്കളുണ്ടോ? ആമേൻ. ദൈവത്തിന് ശത്രുക്കളുണ്ടോ? ദൈവത്തിനേ ശത്രുക്കളുള്ളൂ. അപ്പോൾ നിങ്ങൾ ചോദിക്കും, എന്താ ദേവദാസനെ അങ്ങനെ പറഞ്ഞത്? ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, അഭിഷിക്തന്മാരെ, നമ്മെ ദാവീദിൻ്റെ മേൽ സ്തോത്രം ശത്രുക്കൾ ഉണ്ടായിരുന്നോ? ദാവീദിന് ശത്രുക്കളില്ലായിരുന്നു. എപ്പോൾ തുടങ്ങിയാണ് ദാവീദിൻ്റെ മേൽ ശത്രുക്കൾ പെരുകി തുടങ്ങിയത് അഥവാ വന്നു തുടങ്ങിയത്? ദാവീദ് അഭിഷേക തൈലം അവൻ്റെ തലമേൽ ആമേൻ ശമൂവേൽ പ്രവാചകൻ ഒഴിച്ച ശേഷമാണ് അവൻ്റെ മേൽ ആര് വന്നത്? ശത്രുക്കളേറിയത്. അഭിഷേക തൈലം എന്തിനു വേണ്ടി? ദൈവ രാജ്യത്തിൻ്റെ വ്യാപ്തിക്കായി. ആമേൻ സ്തോത്രം. ആമേൻ. ജനത്തെ നയിപ്പാൻ രാജാവായി അഭിഷേകം ചെയ്യുമ്പോൾ, അപ്പോൾ ആ അഭിഷേക തൈലത്തിന് അതിൻ്റെ കാരണഭൂതൻ ആരെന്നറിയാമോ? സ്വർഗത്തിലെ ദൈവം. അപ്പോൾ ആ അഭിഷേക തൈലം വീണ സമയത്ത് ആ ശത്രു എണീറ്റെ. അപ്പോൾ തൈലം എന്ന് പറയുന്നത് കർത്താവാണ്.
സ്തോത്രം. അങ്ങനെയെങ്കിൽ എൻ്റെയും നിന്റെ ജീവിതത്തിനകത്ത് എപ്പോഴാണോ നമ്മൾ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചത്, അപ്പോൾ മുതൽ ശത്രുക്കൾ എണീറ്റ് തുടങ്ങി. അതാ ദാവീദ് പറഞ്ഞു, നിന്റെ ശത്രുക്കൾ. ദൈവം എഴുന്നേൽക്കുന്നു, അവൻ്റെ ശത്രുക്കൾ. അപ്പോൾ ദൈവം എഴുന്നേൽക്കുമ്പോൾ അവൻ്റെ ശത്രുക്കൾ ചിതറിപ്പോകുന്നു. ദാവീദിന്റെ ജീവിതത്തിൽ വന്നിട്ടുള്ള സകല പ്രതികൂലങ്ങളിലും കാരണം അഭിഷേക തൈലമാണ്, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പാണ്. ഒരു തെരഞ്ഞെടുപ്പിലേക്ക് ഒരു ദൈവ പൈതൽ കടന്നു വരുമ്പോൾ, ദൈവ പൈതലെ ഇന്ന് പകൽക്കാലം ചിന്തിക്കേണ്ട ഒരു ഭാഗം, നിന്ന് ചിന്തിക്കേണ്ട ഒരു വിഷയം, നീ പിന്നെ ഈ ലോകത്തിലെ വരുവാനുള്ള ലോകത്തിലെ വ്യക്തിയാ. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ദൈവത്തിൻ്റെ പെട്ടകം ചുമക്കുന്ന നിന്റെ മേൽ ഒരു അധികാരമുണ്ട്. നമുക്കിവിടെ വായിക്കാം. സംഖ്യാപുസ്തകം 10-ാം അധ്യായം 35-ാമത്തെ വാക്യം ഇവിടെ വായിക്കുന്നു. സംഖ്യാപുസ്തകം 10-ാമത്തെ അധ്യായം, സ്തോത്രം, അതിൻ്റെ 35-ാമത്തെ വാക്യം. പെട്ടകം പുറപ്പെടുമ്പോൾ മോശ, യഹോവേ എഴുന്നേൽക്കണമേ, നിന്റെ ശത്രുക്കൾ ചിതറുകയും നിന്നെ പകയ്ക്കുന്നവർ നിന്റെ മുൻപിൽ നിന്ന് ഓടിപ്പോവുകയും ചെയ്യട്ടെ എന്ന് പറഞ്ഞു. കണ്ടോ, പെട്ടകം പുറപ്പെടുമ്പോൾ, അപ്പോൾ ഇവിടുന്ന് പുറപ്പെടുമ്പോൾ, പാളയത്തിൽ നിന്ന് പുറപ്പെടുമ്പോൾ യഹോവയുടെ മേഘം പകൽ സമയത്ത് അവർക്ക് മീതെ ഉണ്ടായിരുന്നു. സ്തോത്രം. അപ്പൊ പെട്ടകം ചുമക്കാൻ തയ്യാറാകുമ്പോൾ ശത്രു എണീക്കും. കാരണം പെട്ടകത്തോട് വെല്ലുവിളിച്ചു നിൽക്കുന്ന അന്ധകാര മണ്ഡലങ്ങൾ, ഉടബൽ കബനബരഗതുനി, എന്നെ കേൾക്കുന്ന അഭിഷക്തന്മാരെ, ശുശ്രൂഷയ്ക്കായി വിളിക്കപ്പെട്ടവരെ, ദൈവരാജ്യത്തിന്റെ വ്യാപ്തിക്കായി ദൈവം നിങ്ങളെ നിർത്തുമ്പോൾ, ഇന്ന് പകൽക്കാലം ഒരു ദൂത് ഈ വചനത്തിൽ നിന്ന് വെളിപ്പാടാറ്റ് പറയട്ടെ. നിങ്ങൾ എപ്പോഴാണോ അഭിഷേക തൈലം നിങ്ങളുടെ മേൽ വീണത്, ആ സമയം മുതൽ ശത്രുക്കൾ എണീപ്പാൻ തുടങ്ങി. കാരണം നിന്നെ മുൻപിലോട്ട് വിടാതിരിപ്പാൻ, നിന്റെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷകൾ തികപ്പാതിരിപ്പാൻ, നിന്റെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന വിദ്യാഭ്യാസം കംപ്ലീറ്റ് ആക്കാതിരിപ്പാൻ, നിന്റെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന വേദപഠനം പൂർത്തീകരിക്കാൻ വിടാത്ത ഭയങ്കരമായ ഒരു ശത്രുവിൻ്റെ ആരവത്തിൻ്റെ ശബ്ദം ഇവിടെ മോശ കേൾക്കുകയാണ്. കണ്ടോ, അനന്തരം അവർ യഹോവയുടെ പർവ്വതം വിട്ട് 3 ദിവസത്തെ വഴി പോയി. യഹോവയുടെ നിയമപ്പെട്ടകം അവർക്ക് വിശ്രമ സ്ഥലം അന്വേഷിക്കേണ്ടതിന് 3 ദിവസത്തെ വഴി മുന്നോട്ട് പോയി. പാളയം സ്തോത്രം പാളയം പുറപ്പെടുമ്പോൾ യഹോവയുടെ മേഘം പകൽ സമയം അവർക്ക് മീതെ ഉണ്ടായിരുന്നു. പെട്ടകം പുറപ്പെടുമ്പോൾ മോശ, യഹോവേ എഴുന്നേൽക്കണമേ, നിന്റെ ശത്രുക്കൾ ചിതറുകയും നിന്നെ പകയ്ക്കുന്നവർ നിന്റെ മുൻപിൽ നിന്ന് ഓടിപ്പോവുകയും ചെയ്യട്ടെ എന്ന് പറഞ്ഞു. കണ്ടോ, അപ്പൊ മോശ വിളിച്ചു പറഞ്ഞത് നിന്റെ ശത്രുക്കൾ. ഇന്ന് പകൽക്കാലം ഇപ്പൊ ദൈവത്തിന്റെ പെട്ടകം ചുമക്കുന്നവന് ശത്രുവുണ്ട്. അപ്പോൾ നിന്റെ ശത്രു എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ശത്രു. ഉടബൽക്കമന ജൂഡമനാരകൽക്കനാദി, നിന്നോട് ശത്രുത്വം കാണിച്ചാൽ അവർ ദൈവത്തോട് ശത്രുത്വം കാണിക്കുന്നു. അതല്ലേ വചനം പറയുന്നേ. നിന്റെ കണ്ണിന്റെ കൃഷ്ണമണിയെ നിന്നെ തൊടുന്നവർ ദൈവത്തിന്റെ കണ്ണിന്റെ കൃഷ്ണമണിയെ തൊടുന്നു. അപ്പൊ നീ ആരാ? ദൈവത്തിന്റെ കണ്ണിലെ കൃഷ്ണമണിയാ. പ്രൈസ് ദി ലോർഡ്. നിന്നെ ആർക്കും പകയ്ക്കാൻ കഴിയില്ല. നിന്നെ ആർക്കും ഹൃദയത്തിൽ നിന്റെ ജീവിതത്തോട് ബന്ധിച്ച് അവർക്കൊന്നും വൈരാഗ്യം പോലും ചിന്തിക്കാൻ കഴിയില്ല. ചിന്തിക്കുന്നവനെ ഓട്ടിക്കുന്ന ഒരു സ്വർഗമുണ്ടെന്ന്. ഹല്ലേലൂയ, കണ്ടോ ഇവിടെ വായിച്ചത് നോക്കിക്കേ. നമുക്കറിയാം, യെശയ്യാവിൻ്റെ പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ, പ്രവാചകനായിരിക്കുന്ന യെശയ്യാ പ്രവാചകന്റെ പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ 33-ാമത്തെ അധ്യായത്തിലേക്ക് പ്രൈസ് നമ്മൾ പ്രവേശിക്കുമ്പോൾ 33-ാമത്തെ അധ്യായത്തിന് 3-ാമത്തെ വാക്യം നമ്മളിവിടെ വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നത്, സ്തോത്രം, കോലാഹലം ഹേതുവായി വംശങ്ങൾ ഓടിപ്പോയി, നീ എഴുന്നേറ്റപ്പോൾ ജാതികൾ ചിതറിപ്പോയി. ഉടബലാരകൾ ഖന ജൂഡമനാരകൾ പ്രൗഢവരക്ഷം. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പകലിൽ
നിനക്കെതിരെ ആമേൻ വാക്കുവാദം പറയുന്നവർ, നിന്നെ തകർക്കുവാൻ വേണ്ടി ആമേൻ ചില കവർച്ചക്കാർ, ആമേൻ സ്തോത്രം, ഹല്ലേലൂയ, നിന്നെ തകർക്കുവാൻ വേണ്ടി, ആമേൻ നിന്നെ ഉടച്ചു കളയാൻ വേണ്ടി, ഹല്ലേലൂയ, നിന്നെ ഈ ഭൂപരപ്പിൽ നിന്ന് തന്നെ മാറ്റിക്കളയാൻ പ്രാർത്ഥിക്കുന്നവരെ തമ്മിൽ പിണക്കിക്കുന്ന ഒരു ശത്രുത ദേശത്ത് കുടിയേറി പാർത്തിട്ടുണ്ട്. നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ, നിന്റെ കുടുംബത്തിന് വേണ്ടി മധ്യസ്ഥ അണയ്ക്കുന്നവർ, നിന്റെ കുടുംബത്തിൽ കയറി ആമേൻ വെട്ടി പ്രാർത്ഥിക്കുന്നവരെ തമ്മിൽ പിണക്കിക്കാനുള്ള ആമേൻ ഏതൊക്കെയോ ചില പൈശാചിക മണ്ഡലങ്ങൾ നിന്റെ ദേശത്ത് കുടിയേറി പാർത്തിട്ടുണ്ട്. അതാ ഇവിടെ 4-ാം വാക്യം പറയുന്നത്. ആമേൻ നിങ്ങളുടെ കവർച്ച തുള്ളൻ ശേഖരിക്കുന്നത് പോലെ ശേഖരിക്കപ്പെടും. വെട്ടിക്കിളി, ആമേൻ സ്തോത്രം, ഹല്ലേലൂയ. നോയിക്കേ, ഇന്ന് പകൽക്കാലം തുള്ളൻ, വെട്ടിക്കിളി, പച്ചപ്പുഴു ഇതെല്ലാം ഇതിനകത്ത് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുക. നശിപ്പിച്ചു കളയുമെന്ന് പറഞ്ഞു. പക്ഷേ അതിനകത്ത് യോശുവ യശയാപ്രവാചകൻ ദൈവത്തിന് സന്നിധിയിൽ വിളിച്ചു പറയുന്നൊരു വാക്ക് കേട്ടോ. കോലാഹലം ഹേതുവായി വംശങ്ങൾ ഓടിപ്പോയി, നീ എഴുന്നേറ്റപ്പോൾ ആ ജാതികൾ ചിതറിപ്പോയി. കർത്താവേ, ഇന്ന് പകൽക്കാലം നീ എഴുന്നേൽക്കണം. നീ എഴുന്നേറ്റാൽ ചില ചിതറിപ്പോകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് ഹൃദയത്തിൽ പറയുന്ന എത്ര പേര് ഇന്ന് പകൽക്കാലമുണ്ട്. അവരെ ഓർത്ത് സ്വർഗത്തിലെ ദൈവം ഇന്ന് പകൽക്കാലം ചില ആലോചനകൾ കൈമാറുകയാണ്. ഈ വചനം വിളിച്ചു പറയുന്നത് ദൈവം എഴുന്നേൽക്കുന്നു. ആമേൻ. ദാവീദ് പറയുന്നു, കർത്താവേ, നീ എഴുന്നേൽക്കുമ്പോൾ ശത്രുക്കൾ ചിതറിപ്പോകും. പ്രാർത്ഥിക്കാം. സങ്കീർത്തനങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, പഠിക്കുമ്പോൾ 89-ാം സങ്കീർത്തനം അതിൻ്റെ 10-ാമത്തെ വാക്യം നിങ്ങൾ വായിക്കുമ്പോഴും 92-ാമത്തെ സങ്കീർത്തനം 9-ാമത്തെ വാക്യം കൂടെ ചേർത്ത് പഠിക്കണം. അതിനകത്ത് ഒരു വലിയ ദൈവപ്രവൃത്തിയുണ്ട്. കർത്താവിലേക്ക് ഏൽപ്പിക്കുക. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതവേളയ്ക്കായി സ്തോത്രം. ജനത്തെ അനുഗ്രഹിക്കണം, അഭിഷക്തന്മാരെ അനുഗ്രഹിക്കണം. ആമേൻ. വേദപഠനം ചെയ്യുന്ന വിദ്യാർത്ഥികളെ അനുഗ്രഹിക്കണം, അത്ഭുതങ്ങളെ ചെയ്യണം. കർത്താവിന്റെ കൃപയിൽ പൊതിയണം. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. യേശുവിൻ അൻപുളമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.